ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു 22 സെന്റ് സ്ഥലവും നല്ല എല്ലാ സൗകര്യമുള്ള അടിപൊളി ഒരു വീടും കണ്ട. എല്ലാ സൗകര്യവും ഉണ്ട് കണ്ട. മുറ്റോ കംപ്ലീറ്റ് ഇന്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് റിമോട്ടിന്റെ ഗേറ്റ് വരെ ഉണ്ട്. എല്ലാ മരങ്ങളും കാര്യങ്ങളും എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സെറ്റപ്പുള്ള തെങ്ങ്, മാവ്, പ്ലാവ്, അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള പൂന്തോട്ടം വരെയുള്ള എല്ലാം സൂപ്പർ ഒരു വീട്. 22 സെന്റ് സ്ഥലമുണ്ട്. എല്ലാം നല്ല കായ്ഫലുള്ള തെങ്ങും കാര്യങ്ങളും. ഒരു സാധനം മേടിക്കാനും നിങ്ങൾ എങ്ങും പോകണ്ട കേട്ടോ. മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാം. എല്ലാ സെറ്റപ്പുണ്ട്. റംബൂട്ടാനൊക്കെ വെക്കുന്നുണ്ട. അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള നല്ലൊരു നല്ലൊരു വീട്. ഈ വീടിന്റെ സെറ്റപ്പ് എല്ലാം നിങ്ങൾ കണ്ടോളൂ. കാരണം ഇത് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണണം. കാരണം ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇതെല്ലാം കേട്ടതിന് ശേഷം മാത്രം വിളിക്കണ്ട. എല്ലാ ഫ്രൂട്ട്സിന്റെ മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കണ്ട, ആ കാണുന്നത് കാർ പോർച്ചാണ്, അടച്ചിട്ടേക്കണണ്ട. അതിനകത്ത് വണ്ടി കിടപ്പുണ്ട്. അപ്പോൾ ഇവര് വെളിയിലാണേ. ഇവർ ഓൾറെഡി ഓസ്ട്രേലിയയിലാണ്. കണ്ട, നാരകം എല്ലാ മരങ്ങളും നിൽപ്പുണ്ട്. അത്യാവശ്യം എല്ലാ സെറ്റപ്പുള്ളൊരു വീട്. അപ്പോൾ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അതുപോലെ തന്നെ ഈ വീടിന് ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. കണ്ട, ഇത് കാർ പോർച്ചാണ്, നമുക്ക് പൂട്ടിയിട്ടിട്ട് പോവാം. അതിൻ്റെ ഉള്ളിൽ കാറും കിടപ്പുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. കാർ പോർച്ച് കവേഡ് ആയതുകൊണ്ടാണ് അത് മാത്രം വേറെ സെറ്റ് ചെയ്തിട്ടേക്കണം. ഇവിടെ സ്റ്റോർ റൂം അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലാണെങ്കിൽ ഇതേ കിണറുണ്ട്, ഒരിക്കലും പറ്റാത്ത കിണർ. അങ്ങനെ എല്ലാ സൗകര്യമുള്ള നല്ലൊരു വീട്. ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴൊക്കെ ഒത്തുവരുള്ളൂ. ഒത്തുവരുമ്പോൾ നമ്മളത് വാങ്ങിച്ചോളണം എന്നുള്ളതാണ്. കാരണം ഇതേ കൊടുത്ത വീടൊക്കെ വാങ്ങിക്കാൻ തരും. കാരണം അതിൻ്റെ അകത്ത സെറ്റപ്പൊക്കെ നിങ്ങൾക്ക് കയറി കാണണം, എന്നാലേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഈ വീട്ടിൽ എന്തോരം സൗകര്യങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന്. അത്രയും നല്ലൊരു വീടാണ്. കണ്ട, അത്യാവശ്യം ഇഷ്ടം പോലെ സ്ഥലം. 22 സെന്റ് സ്ഥലം എന്ന് പറയുമ്പോഴൊക്കെ ആലോചിക്കാമല്ലേ. നമുക്ക് അത്യാവശ്യം കൃഷിയുണ്ട്. ഇവിടേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വാഴയൊക്കെ ഒടിഞ്ഞു വീണേക്കാണ്, കാറ്റത്ത് വീണത്. കാരണം ഇവിടേക്ക് അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്ക് ഇതിനേലും ബെറ്റർ ആക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ സെറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പം ഞാൻ വീടിൻ്റെ 4 ചുറ്റും കാണിച്ചു തന്നു. കണ്ടോ, മുറ്റമൊക്കെ കണ്ട അതായത് കരിങ്കലായിട്ടേക്കണം. നാച്ചുറൽ സ്റ്റോൺ ഇട്ടിട്ട് അതിന് പുല്ല് പിടിപ്പിച്ചേക്കണം. കണ്ടോ, കാണാനൊക്കെ എന്ത് ഭംഗിയാണെന്ന് നോക്കുക. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം ഒരു ഓസ്ട്രേലിയക്കാരുടെ വീടാണിത്. കണ്ടോ, സിറ്റ് ഔട്ടൊക്കെ കണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി. നല്ല വെടിപ്പും മെനയും എല്ലാ സെറ്റപ്പുള്ളൊരു വീട്. കണ്ടോ, ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിടിപ്പിച്ച് അത് പച്ചപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്കിവിടെയൊക്കെ താമസിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. അത്രയും നല്ല നീറ്റായിട്ട് സെറ്റപ്പ് ചെയ്തേക്കണ വീട്. കണ്ടോ, ഇതാണ് 2 സൈഡിൽ നിന്ന് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഈ വീട് തുറന്ന് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അകത്തോട്ടുള്ള കാഴ്ചയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടോട്ടോ. കണ്ടോ, ഇതാണ് കട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും പക്കാ സെറ്റപ്പ്. ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ തന്നെ. കണ്ടോ, അത്യാവശ്യം എല്ലാ ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ ഫർണിച്ചർ എല്ലാം അടക്കം തരും കേട്ടോ. കണ്ട, ലിവിങ് ഏരിയയുടെ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ട്. നല്ല എന്താന്ന് പറയണ നല്ല അടിപൊളി വൈബിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു വീട്. അതായത് ടി വി വെച്ചിട്ടുണ്ട്. ടി വി നമുക്ക് അങ്ങോട്ട് തിരിച്ചു വെക്കാൻ പറ്റും. അപ്പുറത്ത് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ടി വി കാണാൻ പറ്റും. അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അല്ലെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന വീടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവരും നല്ല പക്കാ നീറ്റായിരിക്കുള്ളൂ. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രസ്സും ഉള്ള ഇത് മാത്രം കൊണ്ടുവന്ന് ചെയ്യും. ബാക്കി എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. അത്രയും നല്ല സെറ്റപ്പിലാണ് ഈ സാധനം ഫിനിഷ് ചെയ്തേക്കണം. ഇതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടെ. ഒരേ റൂമിൻ്റെ വലിപ്പം നിങ്ങൾ നോക്കിക്കോ. എല്ലാ റൂമും പക്കെന്ന് പറഞ്ഞാൽ നല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കണം. കണ്ടോ, റൂമിൻ്റെയൊക്കെ വലിപ്പം നോക്കി. ഒരെണ്ണം പോലും ഇടുങ്ങിയ സെറ്റപ്പിൽ AC കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. നല്ല അടിപൊളി കബോർഡ്. എങ്ങനെയുണ്ടെന്ന് നോക്കി നിങ്ങൾ. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് ഇതിൻ്റെ ബാത്റൂം ഉണ്ട്. കണ്ടോ, ഇതതിൻ്റെ ബാത്റൂം. ഞാനത് പെട്ടെന്നാണ് ഈ റൂമിലും TVയും കാര്യങ്ങളെല്ലാവരും ഈ റൂമിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ റൂം പോയി കാണാം. രണ്ടാമത്തെ റൂം കണ്ടോ കേട്ടോ. ഇതിൻ്റെ വലിപ്പം നോക്കിക്കോട്ടെ നിങ്ങൾ. ഒരു റൂമും ചെറുതില്ല, എല്ലാം നല്ല വലിയ റൂമും. അതെല്ലാവരും കണ്ട
നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന റൂമുകളല്ലേ. ഇതുണ്ട്, നല്ല പക്കാ വീടെന്ന് വെച്ചാൽ പക്കാ ഒരു വീട്. ഈ വീടിൻ്റെ ലൊക്കേഷൻ പിന്നെ തൃശ്ശൂരാണ്. തൃശ്ശൂർ മണ്ണൂത്തി കഴിഞ്ഞിട്ടുള്ള ടോളില്ലേ, വലിയ ടോള്, ആ ടോളിൻ്റെ തൊട്ടടുത്താണ്. ടോളിൽ നിന്ന് ഒരു 200-250 മീറ്ററേ ഉള്ളൂ. അതും ബസ് റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ മാത്രം മാറി. മൂന്നാമത്തെ ബെഡ്റൂം. ഇതിനൊക്കെ കബോർഡും കാര്യങ്ങളും എല്ലാം കണ്ട നല്ല പക്കയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പക്കയായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന വീട്. ഇതൊക്കെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി പണിത വീടാണ്. ബാത്റൂമിൻ്റെ ഒക്കെ വലിപ്പം നോക്കി, എല്ലാ ബാത്റൂം വലുതാണ്. ഇതിനകത്ത് ഒരെണ്ണം മാത്രം അമ്മ ഫസ്റ്റ് കണ്ടില്ലേ, ആ ഒരു ബാത്റൂം മാത്രം ചെറുത്. ഇതിനവർ ചോദിക്കണ വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ 22 സെന്റ് സ്ഥലത്തിനും ഹൈവേ സൈഡിലുള്ള 20 സെന്റ് സ്ഥലത്തിനും വീടിനും കൂടെ അവർ ചോദിക്കണ വില 1.25 കോടിയാണ്. പക്ഷെ എന്നാലും അത് നെഗോഷ്യബിൾ ആണ്. ഇതിൻ്റെ കിച്ചണൊക്കെ ഉണ്ട്, കിച്ചൻ്റെ ഒക്കെ വലിപ്പം നോക്കി നിങ്ങൾ, ഓപ്പൺ കിച്ചണാണ്ട കണ്ട, നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള സൂപ്പർ ഒരു കിച്ചൺ. അതും നല്ല ചെടിയും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത്, കാരണം പക്ക അറേഞ്ച്മെന്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാം. കാരണം നിങ്ങളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടമുള്ള. അപ്പം ആ ഒരു രീതിക്ക് നമ്മൾ ഇതിൻ്റെ അത് പുറത്തോട്ടേക്ക് ഞാൻ ബാക്കി കണ്ട വാതല്ലേ, അതാണ് വരുന്നത്. എന്താ ഒരു സെറ്റപ്പ് നോക്കി. ഇതാണ് ഈ പുറത്തെ സെറ്റപ്പാണ്. പുറത്തുള്ള സൗകര്യമാണ് കയറ്റുമ്പോൾ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യുക. അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇത്രയും മരങ്ങളൊക്കെ നമ്മൾ നട്ടുപിടിപ്പിച്ചൊരു വീട് സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കുണ്ടല്ലോ നമുക്ക് എന്തോരം പൈസ ചിലവാകുമെന്ന് അറിയാം. ഇതാകുമ്പോഴേക്കും നമുക്ക് വേറെ ചിലവാ കാര്യങ്ങളൊന്നുമില്ല. ഇവർ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു വീടിന് വേണ്ട എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത്. കൃഷി ചെയ്യാനും എല്ലാ കാര്യങ്ങളും. 22 സെന്റ് സ്ഥലവും ഈ കാണുന്ന അടിപൊളി വീട്, സോളാറും കാര്യങ്ങളും റിമോട്ടിൻ്റെ ഗേറ്റ് കാര്യങ്ങൾ എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഇത്രയും സെറ്റപ്പുള്ള വീടാണിത്. അപ്പോൾ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങൾ എന്നെ കണ്ടോട്ടെ, കണ്ട ഞാനിത് ആദ്യമേ കാണിച്ചാണ്. അപ്പോൾ ഇത്രയും സൗകര്യങ്ങൾ ഈ വീടിനകത്ത് തന്നെ ഉണ്ട്. മാവൊക്കെ കണ്ടത്, അതൊക്കെ ബഡ് മാവാണ്. അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കായ്ക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസ്പ്ലേ ഈ വീടിൻ്റെ ഡീറ്റെയിൽ എല്ലാം കേട്ടിട്ട് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം, ഈ വീട് വാങ്ങാം. ഓക്കെ.